എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രേക്ഷകർ കാത്തിരിക്കുന്ന വിവിധ സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ആദ്യത്തെ സിനിമ ജനുവരി മാസം 9 തീയതി വ്യാഴാഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ ആസിഫ് അലി നായകനെത്തിയ ഏറ്റവും പുതിയ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ജോണർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ കൂടിയാണല്ലോ രേഖാചിത്രം. ജോഫിൻ ടി ജോക്കറുടെ സംവിധാനത്തിൽ ആസിഫ് അലി നായകനാക്കി തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തി ഹെവി പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയ സിനിമ നിലവിൽ 3 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിട്ടിരിക്കുകയാണ്. ഒരിക്കൽ കൂടി ചിത്രത്തിൻ്റെ ആദ്യ 2 ദിവസത്തെ കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ 1,92,00,000 ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 4 കോടി രൂപയായിരുന്നു ചിത്രം ഗ്രോസ് കളക്ഷൻ നേടിയിരുന്നത്. രണ്ടാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ 2,10,00,000 രൂപയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 6,01,00,000 രൂപയുമായിരുന്നു ഗ്രോസ് കളക്ഷൻ നേടിയിരുന്നത്. അങ്ങനെ ആദ്യ 2 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ 4 കോടി രൂപയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 10 കോടിയും കടന്ന സിനിമ മൂന്നാം ദിവസമായി ഇന്നലത്തെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ കേരള ബോക്സ് ഓഫീസിൽ ചിത്രത്തിൻ്റെ കളക്ഷൻ കൂടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. മൂന്നാം ദിവസമായ ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 3 കോടിയുടെ രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യം 3 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 7 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിൻ്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ആദ്യ 2 ദിവസങ്ങൾ കൊണ്ട് 10 കോടിക്ക് മുകളിൽ രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ മൂന്നാം ദിവസമായി ഇന്നലെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 8 കോടിയോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യം 3 ദിവസങ്ങൾ കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 18 കോടിയിലേക്കും എത്തപ്പെടുന്നതാണ്. അങ്ങനെ ആദ്യം 3 ദിവസം കൊണ്ട് തന്നെ ചിത്രത്തിൻ്റെ കേരള ഷെയർ കളക്ഷൻ 3 കോടിയിലേക്കും എത്തിയിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ സംക്രാന്തി പ്രമാണിച്ച് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ രാം ചരണിൻ്റെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ ഗെയിം ചേഞ്ചർ. ശങ്കറിൻ്റെ സംവിധാനത്തിൽ രാം ചരണിനെ നായകനാക്കി ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ തെലുങ്ക് സിനിമയായ ഗെയിം ചേഞ്ചർ എന്ന സിനിമയ്ക്ക് ആദ്യ ദിവസം മുതൽ നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളാണല്ലോ കിട്ടിയിരുന്നത്. ഇപ്പോഴത്തെ നിലവിൽ 2 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന സിനിമയുടെ ആദ്യമേ തന്നെ ചിത്രത്തിൻ്റെ ആദ്യ ദിനം കേരള വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യ ദിനം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 25 ലക്ഷം രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. അതേസമയം ചിത്രത്തിൻ്റെ ആദ്യ ദിനം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്ന പോസ്റ്റർ പ്രകാരം ചിത്രത്തിൻ്റെ ആദ്യ ദിന വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 156 കോടി രൂപയാണ്. എന്നാൽ അത് വെറും തള്ളു മാത്രമാണ്. നിലവിൽ വെറും 80 കോടി രൂപ മാത്രമാണ് ചിത്രത്തിൻ്റെ ആദ്യ ദിന വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ വന്നിരിക്കുന്നത്. ട്രാക്കേഴ്സ് കണക്കുകളുടെ അപ്ഡേറ്റിൽ പ്രകാരം ചിത്രത്തിൻ്റെ ആദ്യ ദിന വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 80 കോടി രൂപയാണ്. ഇനി ചിത്രത്തിൻ്റെ രണ്ടാം ദിവസത്തെ കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ പതിവ് പോലെ ചിത്രത്തിൻ്റെ കളക്ഷൻ വൻ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. രണ്ടാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വെറും 20 ലക്ഷം രൂപ മാത്രമാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 45 ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിൻ്റെ രണ്ടാം ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ 50 കോടിയാണ് ചിത്രത്തിൻ്റെ രണ്ടാം ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ചിത്രം 2 ദിവസം കൊണ്ട് 100 കോടി ക്ലബിൽ കയറുകയും അതുപോലെ തന്നെ 130 കോടിയിലേക്ക് ചിത്രത്തിൻ്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 2 ദിവസം കൊണ്ട് എത്തപ്പെടുന്നതാണ്. അപ്പോൾ വമ്പൻ ഹൈപ്പോടെ പ്രമോഷനോടെ വലിയ ബഡ്ജറ്റോടെ തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ രാം ചരണിൻ്റെ ഏറ്റവും പുതിയ സിനിമയായ ഗെയിം ചേഞ്ചർ എന്ന സിനിമയ്ക്ക് ആദ്യ 2 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 130 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ചിത്രത്തിൻ്റെ ഫൈനൽ വേൾഡ് വൈഡ് വെർഡിക്റ്റ് എന്ന് പറയുന്നത് 450 കോടിക്ക് അടുത്ത രൂപയാണ്. നിലവിലത്തെ ട്രെൻഡ് അനുസരിച്ച് ചിത്രം ആ ഒരു കളക്ഷനിലേക്ക് എത്തപ്പെടുമോ ഇല്ലയോ എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതേസമയം ഡിസംബർ മാസം 20 തീയതി കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തി ക്രിസ്മസ് പിന്നറായി മാറിയ സിനിമ കൂടിയാണല്ലോ ഉണ്ണിമുകുന്ദൻ നായകനെത്തിയ ഏറ്റവും പുതിയ ഹെവി വയലൻസ് ഏറിയ സിനിമ കൂടിയായ മാർക്കോ. നിലവിൽ 23 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന സിനിമയുടെ 23 ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം ചിത്രം 25 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ആദ്യ 23 ദിവസം കൊണ്ട് ചിത്രത്തിൻ്റെ കേരള ഗ്രോസ് കളക്ഷൻ 42 കോടി 50 ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിൻ്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ 22 ദിവസങ്ങൾ കൊണ്ട് 98 കോടിയിലേക്ക് എത്തപ്പെട്ട സിനിമ 23 ദിവസമായി ഇന്നലത്തെ കളക്ഷനോടെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 99 കോടിയിലേക്കും എത്തപ്പെട്ടിരിക്കുകയാണ്. 24 ദിവസമായി ഇന്നത്തെ കളക്ഷനോടെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 100 കോടിയിലേക്കും എത്തപ്പെടുന്നതാണ്. അങ്ങനെ ഉണ്ണിമുകുന്ദൻ്റെ കരിയറിലെ ആദ്യത്തെ 100 കോടി ക്ലബിൽ കയറുന്ന സിനിമ കൂടിയായി മാർക്കോ ഇതിനോടകം തന്നെ മാറാൻ പോവുകയാണ്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഇന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.